മീഡിയ വൺ നടു റോഡിലെ അപകട സ്റ്റോപ്പ് വാർത്തയിൽ 1.5 മാസം മുമ്പ് മോട്ടോർ വാഹന വകുപ്പ് പ്രഖ്യാപിച്ച നടപടി എങ്ങും എത്തിയില്ല. ബസ്സുകൾ യാത്രക്കാരെ കയറ്റുന്നതും ഇറക്കുന്നതും ഇപ്പോഴും നടു റോഡിൽ തന്നെയാണ്. ഭീതിയോടെയാണ് ബസ്സുകളിൽ കയറി ഇറങ്ങുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. മീഡിയ വൺ അന്വേഷണം തുടരുന്നു. നടു റോഡിലെ മരണപ്പാച്ചിൽ. നടു റോഡിൽ അപകടകരമാം വിധം നിർത്തിയാണ് പല ബസ്സുകളും യാത്രക്കാരെ കയറ്റുന്നതും ഇറക്കുന്നതും. ഒന്നര മാസം മുൻപ് മീഡിയ വൺ റിപ്പോർട്ട് ചെയ്ത ഈ വാർത്തയ്ക്ക് പിന്നാലെ RTO ബസ്സുടമകളുടെ യോഗം വിളിച്ചു. നടപടിയെടുക്കുമെന്ന് ഉറപ്പും നൽകി. എന്നാൽ ഇപ്പോഴും നടുറോഡിൽ നിർത്തിയുള്ള ഈ അഭ്യാസത്തിന് ഒരു മാറ്റവുമില്ല. സൈഡിലല്ല നിൽക്കുന്നത്, സെൻറ്ററിലായിട്ട് നിൽക്കുന്നത്. ഞാനൊരു പ്രാവശ്യം വീഴാൻ പോയത് എൻ്റെ കൈ കൂടെ കുടിയിട്ട് ഡോറടക്കിയില്ല, എൻ്റെ കൈയൊന്ന് കുടിയിട്ടു വരെ. എന്തായാലും വലിയ കഷ്ടമാണ്. മത്സരയോട്ടത്തിനിടയിൽ പിറകിലെ ഒരു വണ്ടിയും മറികടക്കാതിരിക്കാനാണ് അപകടക്കെണിയൊരുക്കിയുള്ള ഈ നിർത്തൽ. അതേമാതിരി അൺസ്റ്റോപ്പിൽ പെട്ടെന്ന് ചവിട്ടും. സ്റ്റോപ്പൊന്നും ആയിരിക്കില്ല. പെട്ടെന്ന് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അപകടം ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. ഇത് അതിൻ്റെ ബാക്ക് കൊണ്ടേ ഇടിക്കൂലേ. ഓല സൗകര്യം നോക്കി നിർത്തും. ഇപ്പോൾ എവിടെയാണ് നിർത്തണ വെച്ചാൽ നമ്മൾ ഓടിപ്പോയി അങ്ങനെ കയറും. ഒന്നും വേണ്ട, ഒരു ബൈക്കോ ഒരു ഓട്ടോറിക്ഷ പെട്ടെന്ന് നമ്മൾ കിടക്കുന്ന ഇതിൽ വരുമ്പോൾ അത് നമ്മളെ തട്ടിക്കൂടി ആക്സിഡൻറ്റ് വരാനും സാധ്യതയുണ്ട്. പ്രയാസമാണ് കയറാൻ, പെട്ടെന്ന് എടുക്കുകയും ചെയ്യും. മത്സരോട്ടാണ്. 1.5 മാസം മുമ്പ് മീഡിയ വൺ നടുറോഡിലെ അപകട സ്റ്റോപ്പ് വാർത്തയിൽ കോഴിക്കോട് എൻഫോഴ്സ്മെന്റ് RTOയുടെ പ്രതികരണം ഇതായിരുന്നു. പല സ്ഥലങ്ങളിലും മഫ്തിയിലുള്ള പല ഓഫീസേഴ്സും ഉണ്ടാവും. അവർ കണ്ടിന്യൂസ് ആയിട്ട് ഈ വാഹനങ്ങളെ വാച്ച് ചെയ്യുകയും ഏത് വാഹനമാണ് കൂടുതൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കുന്നതും അതുപോലെ തന്നെ റോഡിൻ്റെ നടുക്ക് നിർത്തി ആളിനെ എടുക്കുന്നതും ഡോർ ഷട്ടർ അടയ്ക്കാത്തതും ഒക്കെ വാച്ച് ചെയ്യാനും അതിനുള്ള സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ റോഡുകളിലൂടെ പേടിക്കൂടാതെ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ ഇനിയും എത്ര നാൾ കാത്തിരിക്കണം? ക്യാമറ പേഴ്സൺ നിതിൻ ഗോപിക്കൊപ്പം മുഹമ്മദ് ഷംസീർ, മീഡിയ വൺ, കോഴിക്കോട്.